ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ ഉണ്ടല്ലോ കുറച്ചൊന്ന് തയ്ച്ച് കൊടുക്കാനുണ്ടായിരുന്നു. ജസ്റ്റ് അടിച്ചു കൊടുക്കുക അവിടെ ഇവിടെയൊക്കെ, മറ്റേ സാരിയൊക്കെ മടക്കി നൈറ്റിയൊക്കെ, അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് റാഗിയില്ലേ, റാഗിയുടെ കുറുക്കെന്നൊക്കെ പറയും. റാഗി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് കുറുക്കാക്കി തേങ്ങയും ശർക്കരയും ഏലക്കയും ജീരകപ്പൊടിയൊക്കെ ചേർത്ത് കുടിക്കുന്നത്. അപ്പോൾ അതായിരുന്നു കേട്ടോ നമുക്കിന്ന് കുടിക്കാനായിട്ടുണ്ടായിരുന്നത്. രാവിലെ ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ ഒരു ചപ്പാത്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നുള്ളൂ. മടിയുടെ അങ്ങേപ്പുറമാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണില്ല. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും നമ്മുടെ മുട്ടയുടെ ഒരു കറി, നമ്മുടെ സവാളക്കറി വെച്ചിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുക്കുക. ദാറ്റ്സ് ഓൾ. അത്രയായിരുന്നു നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത്. വൈകിട്ട് ഞങ്ങളൊന്ന് കുഞ്ഞിനെ വിളിച്ചിട്ട് വരുന്ന വഴി കുറച്ചെടുത്ത് പോകാനുണ്ടായിരുന്നേ. അപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഈ ഒരു ബോണ്ട എന്നാട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. മുളക് ബോണ്ടയെന്നോ അങ്ങനെയൊക്കെ പറയും. ആ ഒരു സംഭവവും പഴംപൊരിയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു പഴംപൊരി കഴിച്ചു. പിന്നെ നമുക്കിന്ന് ഉണക്കക്കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു, വറുക്കാൻ പാകത്തിലുള്ളത്. അപ്പോൾ അത് വറുത്ത് ഉപ്പും മുളക് പൊടി ഇട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം അതും കൂടി കഴിച്ചിട്ട് ഇന്നത്തെ ഫുഡിങ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ കപ്പ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഉത്സവപ്പറമ്പിലൊക്കെ ഇതിനേക്കാളും കുറച്ചും കൂടി നൈസായിട്ട് അരിഞ്ഞ് ഉണക്കിയതല്ലേ കിട്ടുക. അതാട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷേ എന്തായാലും എനിക്ക് കപ്പ വറുത്തത്, ഇങ്ങനെ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉണക്കക്കപ്പ മറ്റേതിനേക്കാളും എനിക്കിഷ്ടം ഇതാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും സീ യു.